ഇന്നൊരു സ്വീറ്റ് റെസിപ്പി നോക്കിയാലോ. അപ്പം എന്താ തനി നാടനായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണേ. അപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളും. അത്രയ്ക്ക് ഇതിൻ്റെ ഒരു ഫാനായിട്ട് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കുക്കറിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഒരു 3.5 കപ്പോളം പരിപ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തായിരിക്കണം. അത് നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതായത് ഈ ഒരു പരിപ്പിനൊരു വല്ലാത്തൊരു കുത്തരി സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. കുറഞ്ഞതൊരു 5 തൊട്ട് 6 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ വറുത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കെറ്റിലോട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പയർ നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു 3.5 കപ്പോളം തിളച്ച വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. പരിപ്പ് ഞാൻ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ വെക്കണം. 3.5 കപ്പോളം വെള്ളം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 3 വിസിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ. ആ ഒരു ടൈം കൊണ്ട് പരിപ്പ് ഒന്നും കൂടെ ഒന്ന് ആ ഒരു പ്രഷറിലിരുന്നൊന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 കിലോളം ശർക്കര 1.5 to 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പോളം ചവ്വരി നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടാതിരിക്കാനും അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ പാലും കൂടെ തേങ്ങാപ്പാലും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2-ാം പാലും 1-ാം പാലും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പ് കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ അടി കെട്ടിയുള്ള നല്ലൊരു ഉരുളിയൊന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നെയ്യാണ്. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും പായസത്തിന്. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരി ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാറുണ്ടല്ലോ പായസത്തിൽ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ആ നെയ്യിലിട്ട് ഒന്നും കൂടെ ഒന്ന് വഴിച്ചെടുക്കാം. പിന്നെ നമ്മളിത് ആ ഉരുക്കി വെച്ചിട്ടുള്ള ഒരു ശർക്കര ഉണ്ടല്ലോ ഒന്ന് അരിച്ചൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയും ഒരു പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് യോജിപ്പിച്ച് ഒന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കണം. എപ്പോഴും നമ്മൾ പായസം ഇങ്ങനെ കുറുക്കി എടുത്തിട്ടേ നമ്മൾ പിന്നെ അതിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിനായിരിക്കും കുറച്ച് ടേസ്റ്റ് ഒന്ന് കൂടുതൽ. അതായത് കുറച്ച് സമയം നമ്മൾ എടുത്ത് തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിന് കുറച്ചൊന്ന് ടേസ്റ്റ് എന്തായാലും കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു പരിപ്പും ആ ഒരു ശർക്കരപ്പാനിക്ക് ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ചവരിയും കൂടെ ചേർത്തെടുക്കാം. ചവരിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണേ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാലാണ് കേട്ടോ. ഒരു 3.5 തൊട്ട് 4 കപ്പ് വരെയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാൻ പറയുന്നത് 250 ml കപ്പിൻ്റെ അളവാണ് ഈ ഒരു കപ്പളവ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ 2-ാം പാൽ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കും. ഈ ഒരു ടൈമിൽ കുറച്ച് ലൂസാവും. അപ്പോൾ നമ്മൾ കുറുക്കി തന്നെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അതാണ് കേട്ടോ ആ ഒരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് തന്നെ. അങ്ങനെ ഈസി പായസം ഒന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പായസമൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം അതിനെ ഒരു ടേസ്റ്റുള്ള ഒരു എന്താ പറയുക ഒരു പഴയ രുചിയൊക്കെ ഒന്ന് കിട്ടുള്ളൂ അതിന്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്നത് കുറുക്കിയെടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ 2-ാം പാൽ കൊഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ വീണ്ടും അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്തെടുക്കാം. 1.5 to 2 കപ്പ് 1.5 to 2 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ച് അതിൻ്റെ ഒരു തൊണ്ട് കളഞ്ഞിട്ടും ആ ഒരു കുരു മാത്രം എടുത്തിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിനോടൊപ്പം വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ ചുക്കിൻ്റെ പൊടിയോ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഒരു ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1-2 ടീസ്പൂൺ നെയ്യും കൂടെ വീണ്ടും നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടത് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങക്കത്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തിളപ്പിക്കാനോ ഒരുപാടങ്ങ് ചൂടാക്കാനോ
വേണ്ട കേട്ടോ, ചെറിയൊരു ചൂട് മതി. ആ ഒരു ചട്ടിക്ക് അത്യാവശ്യം ചൂട് കാണുമല്ലോ, അപ്പോൾ അത് മതി കേട്ടോ. നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് പായസം. തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ, ഒരു കൺസിസ്റ്റൻസി, ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി നോക്കണ്ട. തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കട്ടിയായി കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി 2 ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ.